ഫസ്റ്റിൽ തന്നെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഞാനൊരു സൈക്കോളജിസ്റ്റാണ്. ഒരു സൈക്കോളജിസ്റ്റ് ആരാണെന്നുള്ളതിൽ ആർക്കും ഇന്നത്തെ കാലത്ത് ഡൗട്ടില്ല. അപ്പം ബീയിങ് എ സൈക്കോളജിസ്റ്റ്, ഞാൻ എൻ്റെ കൂടെ വന്ന് ഇരുന്ന് സംസാരിക്കുന്ന ക്ലയൻസിൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ അനുഭവിക്കണ അവരുടെ ബുദ്ധിമുട്ടായിട്ട് കണ്ടിട്ടുള്ളത് അവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം അവരുടെ പെരുമാറ്റത്തിലോ ചിന്താഗതിയിലോ വരുത്താനുള്ള വെല്ലുവിളികളാണ്. അത് ഒരു മനുഷ്യൻ്റെ എന്നല്ല, നമ്മളെല്ലാവരും വ്യക്തികൾ എന്നുള്ള രീതിയിൽ നിത്യജീവിതത്തിൽ അനുഭവിക്കണ ഒരു ബുദ്ധിമുട്ടാണത്. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടും, പല രീതിയിലുള്ള സെൽഫ് ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് വേണ്ടി വരും. അപ്പോഴൊക്കെ എങ്ങനെ ഈ ഒരു ചേഞ്ചിലേക്ക് ഇന്നെ തന്നെ കൊണ്ടുവന്ന് എത്തിക്കാം എന്നുള്ള ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ സ്റ്റക്കായി പോകും. അവിടെയാണ് നമുക്കൊരു ഗോള് സെറ്റ് ചെയ്ത് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു ഐഡിയ പലപ്പോഴും നമ്മളെ മനസ്സിലേക്ക് വരിക. ഞാൻ മോട്ടിവേഷനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും, മോട്ടിവേഷൻ നിങ്ങൾക്ക് എങ്ങനെ മോട്ടിവേറ്റഡ് ആയി നിലനിൽക്കാൻ പറ്റണമെന്നുള്ളത് ചോദിക്കും. അതായത് ഞാൻ വീഡിയോസ് ചെയ്യുമ്പം വീഡിയോസിൽ എൻ്റെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഫേസും മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജും ഒക്കെ കണ്ടു കഴിയുമ്പം നമ്മളെല്ലാവരും ഇതിൽ ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ട്. ട്രെയിനേഴ്സിനെയൊക്കെ കണ്ടു കഴിയുമ്പം അവർ സ്പീക്ക് ചെയ്യണ ആ ഒരു എനർജി ലെവൽ കണ്ടാൽ മനുഷ്യർ ചോദിക്കും, നിങ്ങളെപ്പോലെ എപ്പോഴും ഭയങ്കര എനർജിയിൽ നിൽക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരിക്കലും ആരും എല്ലാ സമയവും ഒരേപോലെ എനർജിയിലുള്ളവരാവില്ല. പലപ്പോഴും പല ചേഞ്ചുകളുടെ മുമ്പിലും അന്താളിച്ച് നിന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്നറിയാണ്ട് സ്റ്റക്കായിട്ടുണ്ടാവും. അപ്പം ഇവിടെയാണ് 1999 പീറ്റർ ഗോൾവിറ്റ്സർ എന്ന് പറഞ്ഞ സൈക്കോളജിസ്റ്റ്, അയാൾ ജർമ്മൻ സൈക്കോളജിസ്റ്റ് ആണെന്നുണ്ടെങ്കിലും അയാൾ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ച ഒരു കൺസെപ്റ്റ്, ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്, ഒരു സൈക്കോളജിക്കൽ ഫിനോമിന, ഒരുപാട് ചേഞ്ചിന് നമ്മൾക്ക് നമ്മളെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് എന്നുള്ള ഒരു സംഭവം ഞാൻ മനസ്സിലാക്കണത്. ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യാൻ പോകുന്ന സംഗതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഇഫ് ദെൻ പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ബേസിക്കായിട്ട് ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ. ഞാൻ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഈ നടക്കുന്ന സെഷനെ കുറിച്ച് തന്നെ എക്സാമ്പിൾ പറയാം. ഈ ഒരു നോമ്പ് കാലത്ത് രാവിലെ 6:30 മണിക്ക് അത്താഴം കഴിച്ചു ഉറങ്ങാണ്ട് ഇരുന്നിട്ട് ഡിവിഷൻ്റെ ഈ ഒരു ക്ലാസ് സൂം മീറ്റിംഗ് ഞാൻ ഓൺ ആക്കും എന്ന് നമ്മൾ തീരുമാനിക്കുമ്പം നമ്മളൊരു ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ എടുത്തിട്ടാണ് അത് തീരുമാനിക്കണത്. നമ്മൾ രാത്രി കിടക്കുമ്പോഴോ മറ്റോ നമ്മൾ ആലോചിക്കും, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ചെയ്യാനുള്ള ഒരുപാട് ആക്ഷൻസിൻ്റെ കൂട്ടത്തിൽ നമുക്കുണ്ടാവും, ഓക്കെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മൊബൈൽ എടുത്ത് സൂം മീറ്റിംഗ് ഓണാക്കി കേട്ടുകൊണ്ടിരിക്കണം എന്നുള്ളൊരു ആക്ഷൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണ നമ്മൾ നിങ്ങളെല്ലാവരും ദിവസങ്ങളായിട്ട് ഇത് ജോയിൻ ചെയ്യണമായിരിക്കും. 149 സെഷൻസായി, 149 ദിവസമായിട്ട് ജോയിൻ ചെയ്യണവരുണ്ടായിരിക്കും. അപ്പം ഒരു ഹാബിറ്റ് പോലെ രാവിലെ ചെയ്യുകയാണ് എന്ന് നിങ്ങൾ കരുതണ കാര്യമാണെന്നുണ്ടെങ്കിലും ആ ഒരു അൺകോൺഷ്യസ് ആയിട്ട് ആ ഒരു സംഭവം നിങ്ങൾ ചെയ്യണതിൻ്റെ റീസൺ ഈ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എലമെൻറ്റും കൂടി നമ്മളുടെ ബ്രെയിനിലെ ന്യൂറൽ നെറ്റ്വർക്കിൽ കൂടി കടന്നു പോകുന്നതുകൊണ്ടാണ്. അപ്പം ഇത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ഷൻ പ്ലാൻ ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷനാണ്. നമ്മൾ പിക്ചറൈസ് ചെയ്യും രാവിലെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളിൽ, അതിൻ്റെ കൂട്ടത്തിൽ മൊബൈൽ എടുക്കുന്നതും ലിങ്ക് ക്ലിക്ക് ചെയ്യണതും ആസ് എൻ ഇമേജറി നമ്മളെ മനസ്സിലേക്ക് ചിലപ്പോൾ വന്നു എന്ന് വരെ വരും. അപ്പം ഇതാണ് ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ. ചെയ്യാൻ വിചാരിക്കുന്ന ആക്ഷനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണ രീതിയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മനസ്സിൽ കാണുക എന്നുള്ളതാണ് ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ. അപ്പോൾ ഈ ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ മോട്ടിവേഷനിൽ നിന്നും എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത്? മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ, മോട്ടിവേഷൻ ഒരു ചെറിയ ഇമോഷനായിട്ടോ മോട്ടിവേഷൻ ഒരു ജനറൽ ഫീലിംഗ് ആയിട്ടോ ആണ് നമുക്ക് ഈ ഒരു സംഭവം കാണാൻ പറ്റുക. അതായത് ഡെയിലി ക്ലാസ്സുകൾ കേട്ട് ഞാൻ എന്നെ തന്നെ നിലനിർത്തണം എന്നത് നമുക്കൊരു മോട്ടിവേഷൻ ആയിട്ട്, ഒരു ജനറൽ ഐഡിയ ആയിട്ട് തലയിൽ വെക്കാൻ പറ്റും, ഒരു ഗോൾ ഇൻറ്റൻഷൻ ആയിട്ട് വെക്കാൻ പറ്റും. പക്ഷേ ആ ഗോൾ ഇൻറ്റൻഷനെ പ്രാവർത്തികമാക്കാൻ വേണ്ടി യൂസ് ചെയ്യണതാണ് ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ. അപ്പം ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻസ് അതിൻ്റെ സിഗ്നിഫിക്കൻസും വരാനുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു പ്രായത്തിൽ, ഇപ്പം എൻ്റെ പ്രായം ഒരു 37 ആയിക്കൊണ്ടിരിക്കുകയാണ്.
എൻ്റെ ഏജ് ഗ്രൂപ്പും എൻ്റെ മുന്നത്തെ ഏജ് ഗ്രൂപ്പും ഒക്കെ ആയിട്ട് നമ്മളൊരു അഡൾട്ട് ലൈഫ് ജീവിക്കണ മനുഷ്യരാണ്. അപ്പം മുതിർന്ന മനുഷ്യരായി ജീവിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള വ്യത്യസ്തമായിട്ടുള്ള ബിഹേവിയർ ചേഞ്ചിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ആൾക്കാരെ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് ബിഹേവിയർ ചേഞ്ചിന്റെ ആവശ്യങ്ങൾ. മിക്കവാറും എല്ലാവരും ഒരു ജോലി നിലനിർത്തി കൊണ്ടുപോകണമായിരിക്കും. മിക്കവാറും എല്ലാവരും ഹെൽത്ത് നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യണവരായിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ മെൻ്റൽ ഹെൽത്ത് നിലനിർത്തി കൊണ്ടുപോകാൻ സ്ട്രഗിൾ ചെയ്യണവരായിരിക്കും. പിന്നെ ജോലി നിലനിർത്തുന്നവരായിക്കൊണ്ട് തന്നെ അവർക്ക് ഫൈനാൻസസ് നിലനിർത്താനുള്ള സ്ട്രഗിളുകളും ഉണ്ടായിരിക്കും. അപ്പം ഇങ്ങനെ വ്യത്യസ്ത ഏരിയകളിൽ റിലേഷൻഷിപ്സ് നിലനിർത്താൻ, റിലേഷൻഷിപ്സ് എന്ന് പറഞ്ഞാൽ ഭാര്യാഭർത്തൃ ബന്ധം മാത്രമായിരിക്കില്ല, മക്കളുമായിട്ടുള്ള ബന്ധവും മറ്റ് സിബ്ലിങ്സുമായിട്ടും പാരൻസും ആയിട്ടുള്ള ബന്ധങ്ങളും ഒക്കെ നിലനിർത്തുന്ന മനുഷ്യരായിരിക്കും നമ്മളെല്ലാവരും. നമ്മൾ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്ത റോളുകളിൽ വ്യത്യസ്ത ആവശ്യങ്ങൾ നമുക്ക് വ്യത്യസ്ത സമയത്തായിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പം നമ്മൾ ബേസിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നത് ആങ്കർ മാനേജ്മെന്റിലാണെന്ന് വിചാരിക്കുക. എപ്പോഴാണ് ആരോടാണ് എങ്ങനെയാണ് പൊട്ടിത്തെറിക്കുക എന്ന് എനിക്ക് അറിയൂല എന്ന് പറഞ്ഞാൽ ഒരു ഇമോഷണൽ കൺട്രോളിൽ വരെ ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് റിവൈസ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു സമയത്ത് ഞാൻ തലേന്ന് എന്തൊക്കെ കാര്യങ്ങൾക്ക്, കഴിഞ്ഞ ഒരാഴ്ച എന്തൊക്കെ കാര്യങ്ങൾക്ക് എപ്പോഴൊക്കെ ഞാൻ പൊട്ടിത്തെറിച്ചു എന്ന ഒരു ചെറിയ ഓവർവ്യൂ നമുക്ക് നമ്മുടെ ബിഹേവിയറിനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിയുമ്പോഴാണ് ഞാൻ പൊട്ടിത്തെറിക്കണത്. അപ്പം ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിയുമ്പോൾ പൊട്ടിത്തെറിക്കില്ല എന്ന് നമ്മൾ മുന്നേ കൂട്ടി ആലോചിക്കുമ്പം അതൊരു ഗോൾ ഇൻറ്റൻഷനാണ്. ദേഷ്യപ്പെടുമായിരിക്കും, ഞാൻ ഇറിറ്റേറ്റഡ് ആവുമായിരിക്കും, പക്ഷെ ഞാൻ എൻ്റെ ബിഹേവിയറിൽ മോശമായിട്ടുള്ളതൊന്നും ചെയ്യൂല എന്നുള്ളതൊരു ഗോൾ ഇൻറ്റൻഷനാണ്. എൻ്റെ നീഡഡ് ആയിട്ടുള്ള ലക്ഷ്യമാണ് അത്. പക്ഷെ ആ ലക്ഷ്യത്തിനെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ ആക്കണം എന്നുണ്ടെങ്കിൽ ഇഫ് ദെൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കറക്റ്റ് ആക്ഷൻ പ്ലാന് സമയത്തിനെയും സ്ഥലത്തിനെയും നമ്മളുടെ ബിഹേവിയറിനെയും സ്പെസിഫിക് ആയി തന്നെ നമ്മൾ ആലോചിക്കണം എന്നുള്ളതാണ്. ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി കഴിയുമ്പോൾ എൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്ന് റിഫ്രഷ് ആവാനും ഒന്ന് കിച്ചണിൽ പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ച് ഞാൻ എൻ്റെ അൺകംഫർട്ടബിൾ റെസ്റ്റ് എടുക്കണം എന്ന് റിലാക്സ് ചെയ്യണം എന്ന് പറഞ്ഞൊരു ഫീലിങ്ങിൽ ഞാൻ അറ്റൈൻ ചെയ്ത് ഒന്ന് പ്ലസൻ്റ് ആവാൻ വേണ്ടി ശ്രമിക്കും. ആ പ്ലസൻ്റ് ആവുന്ന അതേ സാധനം ഞാൻ ഇങ്ങനെ ഓരോരോ ബിഹേവിയർ എടുത്ത് ഞാൻ എന്നെ തന്നെ പ്ലസൻ്റ് ആക്കി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എൻ്റെ ദേഷ്യത്തിനെ മറികടക്കാനുള്ള ഒരു സ്റ്റെപ്പ് എടുത്താൽ ഐ മൈറ്റ് ബി സക്സസ്ഫുൾ എന്നത് ട്രൈ ചെയ്യാൻ. അപ്പോൾ കറക്റ്റ് ആക്ഷൻ പ്ലാൻ വരുമ്പോഴാണ് ഒരു ഇമോഷണൽ ചേഞ്ചിലേക്ക് ഒരു സ്റ്റെപ്പ് ആവുക എന്നുള്ളതാണ് ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ്റെ ഒരു എക്സാമ്പിൾ. ഇതുപോലെ നമുക്ക് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ വരാൻ സാധ്യതയുള്ള ഒരുപാട് നെഗറ്റീവ് ബിഹേവിയേഴ്സ് ഉണ്ട്. ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാം, ഇന്ന് മാർക്കറ്റ് ഭയങ്കരമായിട്ട് നമ്മളെ കാശിനെ എങ്ങനെ വലിച്ചെടുക്കാം എന്ന് കരുതിയിരിക്കുന്ന ഒരു മാർക്കറ്റാണ് നമുക്ക് ചുറ്റിലുള്ളത്. മൊബൈലിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മളുടെ ബിഹേവിയറിനെ അവർ അനലൈസ് ചെയ്തിട്ട് മാർക്കറ്റിൽ എങ്ങനെയൊക്കെ നിങ്ങളെ കൊണ്ടൊരു പ്രൊഡക്റ്റ് ബൈ ചെയ്യിപ്പിക്കാം എന്നുള്ളത് നോക്കിക്കൊണ്ടേയിരിക്കും. അത് വലിയ കാറ് വാങ്ങിക്കണ നിലയിൽ നിന്നും കുട്ടികളുടെ ചെറിയ ടോയ്സ് വാങ്ങിക്കണ നിലയിൽ നിന്നും നമ്മളുടെ ചെറിയ ചെറിയ നീഡഡ് ആയിട്ടുള്ള ഗാഡ്ജറ്റ്സ് വാങ്ങിക്കണ നിലയിലും ഒക്കെ മാർക്കറ്റ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം പലരും പലപ്പോഴും പല ഷോപ്പിംഗ് അനുഭവങ്ങളും ബാക്കോട്ടും ഒന്ന് പാസ്റ്റിലേക്ക് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ വാങ്ങിച്ചതെല്ലാം ആക്ച്വലി എൻ്റെ ഏറ്റവും നെസസിറ്റി ആയിട്ടുള്ള സാധനം തന്നെയാണോ അതോ മറ്റൊരാളുടെ ഇൻഫ്ലുവൻസിൽ ഞാൻ വാങ്ങിച്ചു പോയോ എന്ന് തോന്നുന്ന ഒരു മൊമെൻറ്റ്സ് പലപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഷോപ്പിങ്ങിൽ നമ്മൾക്ക് ഫൈനാൻസസിൽ ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളൊരു ഓവർവ്യൂ നമുക്ക് നമ്മളുടെ ബിഹേവിയറിൽ കണ്ടിട്ട് മാറ്റണമെന്ന് നിരന്തരം തോന്നിയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ഡ്രോബാക്കിനെ നമുക്ക് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനി ഞാൻ അങ്ങനെ ചെയ്യൂല എന്ന ഒരു സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ബ്രെയിനിൽ നമ്മൾ ലോഡ് ചെയ്യണത് കൊണ്ട് ഒരു വ്യത്യാസം വരില്ല. ഞാൻ ഇന്ന ആപ്പ് എടുത്തിട്ട് സർഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് സർഫ് ചെയ്യുന്ന ടൈമിൽ മിക്കവാറും നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യണത് പലരും മെൻ്റലി അത്ര ഓക്കെ അല്ലാതെ അപ്പം നല്ല ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ ഫസ്റ്റിലെ തന്നെ ഞാൻ എപ്പോഴാണ് ഷോപ്പിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ആപ്പ് എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഷോപ്പിങ്ങിന് ഇറങ്ങിക്കഴിയുമ്പം ഞാൻ എന്തെല്ലാം പ്രിപ്പറേഷൻസ് എൻ്റെ ബോഡിയിലും മൈൻഡിലും വരുത്തും എന്ന ഒരു സംഭവം ഞാൻ
ഓവറായിട്ട് ഷോപ്പ് ചെയ്ത് സാധനങ്ങൾ വാങ്ങിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് പറയണത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഞാൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടേ ഞാൻ വീട്ടിൽ നിന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങുള്ളൂ എന്ന് നമ്മളെ തന്നെ കംപ്ലീറ്റ്ലി മനസ്സിലാക്കി അനലൈസ് ചെയ്ത് ഷോപ്പ് ചെയ്യണ സമയത്ത് ഷോപ്പ് ചെയ്യണ ഒരു നെസ്റ്റോയിലോ ലുലുവിലോ ഒക്കെ പോണ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിയുമ്പോൾ എൻ്റെ നീഡഡ് ലിസ്റ്റിൽ നിന്ന് അപ്പുറത്തുള്ള സംഭവങ്ങൾക്ക് ഞാൻ അനാവശ്യമായി കയ്യിലെടുത്ത് പരിശോധിച്ച് ഓഫറാണോ വേണോ എന്ന സംഭവം ചെയ്യൂല എന്നത് നിങ്ങൾ സ്ഥിരമായിട്ട് കയ്യിൽ നിന്ന് പൈസ ഇങ്ങനെ പോകുന്നത് കൊണ്ട് സങ്കടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഗിൽറ്റ് ഫീൽ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കേണ്ടി വരും. അപ്പം ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ ഇൻവെസ്റ്റ്മെന്റ്സിലൊക്കെ കൊണ്ടുപോയിട്ട് കാശ് പോകുന്ന ആൾക്കാർ, എൻ്റെ അടുത്തൊരു കൂട്ടുകാരി വന്നിരുന്നു. കൂട്ടുകാരനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. കൂട്ടുകാരൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റിംഗ്സിന് പോകും, അപ്പോൾ പൈസ കൊടുക്കണം എന്ന് പറയുമ്പോൾ അപ്പോൾ പൈസ കൊടുക്കും. അപ്പോൾ ഇയാളുടെ ഒരു ബിഹേവിയർ ഇയാൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കൂല എന്ന് വെറുതെ ആലോചിക്കാണ്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് മീറ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇരുന്ന് ഒരു പെന്നും പേപ്പറും എടുത്ത് ആ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ മുഴുവനും എഴുതിയിട്ട് ഇതിൻ്റെ പ്രോസും കോൺസും മനസ്സിലാക്കിയിട്ടേ ഞാൻ ചെയ്യുള്ളൂ എന്നത് മുൻപേ കൂട്ടി നമ്മളെ തന്നെ ഒരു ഇമേജറിയിൽ കാണുക എന്നുള്ളതായിരിക്കും ഫിനാൻഷ്യലി നമുക്കൊരു മാനേജ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിൻ്റെ കാര്യത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഇംപ്ലിമെന്റേഷൻ ഇന്റൻഷൻ വഴി ചേഞ്ച് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരുപാട് റിലേഷൻഷിപ്സ് നമുക്ക് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് എല്ലാവർക്കും ഒരുപാട് മനുഷ്യർ ചുറ്റിലുള്ളവരായിരിക്കും. സുഹൃത്തുക്കളായിട്ടും കുടുംബ ബന്ധങ്ങളായിട്ടും കരിയറിലായിട്ടും ഒക്കെ ഒരുപാട് ബന്ധങ്ങൾ നിലനിൽക്കുന്നവരായിരിക്കും. ആ ഒരു ബന്ധങ്ങളുടെ ഇടയിൽ പല പെരുമാറ്റങ്ങളും നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്നതുണ്ടായിരിക്കും. ചിലപ്പം ചില ആൾക്കാരോട് ഓവറായിട്ട് ക്ലോസ് ആവുന്ന ബിഹേവിയർ, ചിലപ്പം ചില ആൾക്കാരോട് അറിയാണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്ന, നമുക്കൊരിക്കലും ഡിസ്ക്ലോസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ചില ആൾക്കാരുടെ ക്വസ്റ്റ്യൻസിൻ്റെ മുമ്പിൽ ഡിസ്ക്ലോസ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ബിഹേവിയർ, ചില ആൾക്കാരാൽ നമ്മൾ എക്സ്പ്ലോയിറ്റഡ് ആവുന്ന ബിഹേവിയർ, ചിലർ ഭയങ്കര ഓവർ പവറിങ് ആയിട്ടുള്ള മനുഷ്യരായിരിക്കും. അപ്പോൾ അവരെ മുമ്പിൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ അവർ പറയണത് നമ്മൾ ചെയ്തു പോകാൻ സാധ്യതയുള്ള രീതിയിലുള്ള ബിഹേവിയർ. അപ്പോൾ ഇങ്ങനെ നമുക്ക് അസെർട്ട് ചെയ്തിട്ട് റിലേഷൻഷിപ്സിൽ നമ്മളെ തന്നെ ലൂസ് ആവാണ്ട് നിൽക്കേണ്ടി വരുന്ന അവസ്ഥകൾ ചിലപ്പോൾ ഉണ്ടായിരിക്കും. നേരെ ഓപ്പോസിറ്റ് നമ്മൾ ഓവർ പവറിങ് ആയിട്ട് മറ്റുള്ളവരെ ബിഹേവ് ചെയ്ത് ടോക്സിസിറ്റീൻ്റെ ഒരു ബൗണ്ടറിയിൽ എത്തിയിട്ട് ബുദ്ധിമുട്ടിക്കണ പോലത്തെ ബിഹേവിയർ വേറെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇങ്ങനത്തെ ബിഹേവിയറിനെയൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. അനലൈസ് ചെയ്യാൻ മനുഷ്യരുടെ ബിഹേവിയറിനെ അനലൈസ് ചെയ്യാൻ വല്ലാണ്ട് എഫർട്ട് എടുക്കേണ്ട ആൾക്കാരല്ല. ബുദ്ധി, വിവരം, ബോധം എന്ന് പറഞ്ഞ ഇന്റലിജൻസും പേഴ്സണാലിറ്റിയും അവയർനെസ്സും സെൽഫ് കൺസെപ്റ്റും സെൽഫ് എസ്റ്റീമും ഒക്കെ ഉള്ള മനുഷ്യർക്ക് ഇൻട്രോസ്പെക്ട് ചെയ്തിട്ട് നമ്മളെ തന്നെ നമുക്ക് മനസ്സിലാക്കിയിട്ട് നമ്മളെ തന്നെ നമ്മുടെ ബിഹേവിയറിനെ അനലൈസ് ചെയ്യാൻ ഒരിക്കലും എന്തുണ്ടാവില്ല, ഡിഫിക്കൽട്ടി ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു അനാലിസിസിൽ ഞാൻ ചെയ്തത് ശരിയല്ല, ഞാൻ ചെയ്യണത് ശരിയല്ല, ഐ ഷുഡൻ ബി ഡൂയിങ് ദിസ്, ഞാൻ വീണ്ടും ഇയാളെ ബുദ്ധിമുട്ടിക്കരുത്, അല്ലെങ്കിൽ ഞാൻ വീണ്ടും ഇയാളുടെ ബുദ്ധിമുട്ടിലേക്ക് എത്തരുത് എന്നൊരു അനാലിസിസിൻ്റെ അവസാനത്തിൽ ഇങ്ങനെ ഒരു കൺഫ്യൂഷനും ഇങ്ങനെ ഒരു കൺക്ലൂഷനിൽ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റും ഉണ്ടാക്കി വെക്കും. അപ്പോൾ അവിടെയാണ് ഇംപ്ലിമെൻറ്റേഷൻ ഇന്റൻഷൻ്റെ പ്രാധാന്യം. നമ്മൾ ഗിൽട്ടോ അല്ലെങ്കിൽ നമ്മളുടെ സെൽഫായിട്ടുള്ള ഒരു നെഗറ്റീവ് ക്രിറ്റിസിസം, നമ്മളുടെ ഒരു നെഗറ്റീവ് അനാലിസിസിൽ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ അനാലിസിസ് വളരെ കറക്റ്റ് ആയിരിക്കും. അനാലിസിൻ്റെ അവസാനം വരുന്ന കൺക്ലൂഷനിൽ നമ്മളൊരു ഗോൾ ഇൻറ്റൻഷനോ ഒരു മോട്ടിവേഷണൽ ആയിട്ടുള്ള സെൽഫ് ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റോ മാത്രം കരുതി വെക്കും. അതിൽ നിന്ന് മാറിയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ നമുക്ക് ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ ആയിട്ട് കൊണ്ടുവന്ന് വെക്കാൻ പറ്റും. ഞാൻ ഒരു ആളുടെ മുഖത്ത് നോക്കിയിട്ട് ഇനി ഇതുപോലെയുള്ള സംസാരിക്കില്ല, ഞാൻ ഇന്നലെ സംസാരിച്ചത് എങ്ങനെയായിരുന്നു അത് പിക്ചറൈസ് ചെയ്തിട്ട് അയാളെ ബുദ്ധിമുട്ടിക്കണം, അയാൾക്ക് ടോക്സിസിറ്റി ഫീൽ ചെയ്യണം, അയാളെ മാനിപ്പുലേറ്റ് ചെയ്യണ രീതിയിലുള്ള ആ ഒരു ഡയലോഗ് നെക്സ്റ്റ് ദിവസം ഞാൻ സംസാരിക്കില്ല, അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം മറ്റൊരു മനുഷ്യനോട് ഞാൻ സംസാരിക്കില്ല, ഇതേ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ സംസാരിക്കില്ല. അപ്പം ഇഫ് എ സിറ്റുവേഷൻ അറൈസസ് ദെൻ ഐ വിൽ നോട്ട് ഡു ഇറ്റ് എന്നുള്ളതിൻ്റെ രണ്ടിൻ്റെയും കറക്റ്റ് പിക്ചർ വരുന്ന ഒരു ബിഹേവിയറാണ് ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ. ഇപ്പോൾ പാരൻസ് ആണെന്നുണ്ടെങ്കിൽ മക്കളോട് നിരന്തരം നല്ല രീതിയിൽ ബിഹേവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പാരൻസ് ഉണ്ട്. പക്ഷെ നല്ല രീതിയിൽ എന്ന് പറഞ്ഞതിന് ഈ നല്ല രീതി എന്ന് പറഞ്ഞൊരു സ്പെസിഫിക്കേഷനേ ഉണ്ടാവുള്ളൂ. എന്താണ് ആക്ച്വൽ ബിഹേവിയർ? കുട്ടികളെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തോളിൽ കൈയിടുക, ഇരുത്തുക, മിണ്ടുക, പറയുക, നെറ്റിയിൽ ഉമ്മ വെക്കുക,
ഇങ്ങനെയുള്ള ബിഹേവിയർ ചേഞ്ചിൽക്ക് ആവശ്യമായിട്ടുള്ള ലിസ്റ്റ് ഓഫ് ബിഹേവിയേഴ്സ് നമ്മൾ കൈകൊണ്ടും കാലുകൊണ്ടും കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും ഫീൽ ചെയ്യേണ്ട ഇമോഷൻസ്. ഹസ്ബൻഡും വൈഫും തമ്മിൽ ഒരു സെപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ രണ്ടാമത് മിണ്ടാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ, ഫൈറ്റ്സ് വന്നു കഴിഞ്ഞാൽ ആ ഫൈറ്റ്സ് റിസോൾവ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ, ഓരോന്നിലും ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽഡ് ആക്ഷൻ പ്ലാൻ മനസ്സിൽ നമുക്ക് ഉണ്ടാക്കി വരച്ച് വെക്കാൻ പറ്റും. അത് മാത്രമല്ല, ഈ വരച്ച് വെക്കണ കൂട്ടത്തിൽ നമുക്ക് ഇതിനെ വേണമെങ്കിൽ എഴുതി വെക്കാനും പറ്റും. അപ്പം ഇതിൽ വരുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇങ്ങനെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ആ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബിഹേവിയർ പിന്നീട് അൺകോൺഷ്യസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ നമ്മൾ ആലോചിക്കും, ഈ ലയണൽ മെസ്സി അല്ലെങ്കിൽ മമ്മൂട്ടി ഇതുപോലെ ഹെൽത്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കണ മനുഷ്യരെ എങ്ങനെയായിരിക്കും ഇത് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളത്. ഇവർക്ക് ഹെൽത്ത്, നമ്മളുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് ആരോഗ്യമുള്ള കാലത്ത് ഏറ്റവും നല്ല ആരോഗ്യത്തിൽ നിൽക്കുക. ആരോഗ്യം ഇല്ലാത്തൊരു കാലം വന്നാലും മറ്റുള്ളവർക്ക് വലിയ ഒരു ബാധ്യത ആവാത്ത രീതിയിലായി ഇരിക്കുക എന്നുള്ളത്. അപ്പം അതിന് ഹെൽത്ത് ഇപ്പോഴേ കൊണ്ട് നടക്കണം. ഫാറ്റ്, ഷുഗർ, ഈ പറഞ്ഞ പോലെ ഇതൊന്നും കഴിക്കാണ്ട് എക്സസൈസ് ചെയ്ത് സ്ലീപ്പ് റെഗുലേറ്റ് ചെയ്ത് കൊണ്ട് നടന്നാലേ പിന്നീട് ഒരു കാലത്ത് ആരോഗ്യം ഇല്ലാത്തത് വരുള്ളൂ. അപ്പോൾ ആരോഗ്യശീലങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യണ മനുഷ്യരെടുത്താണെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ. നമ്മളൊരു പാർട്ടിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ആയി കഴിഞ്ഞാലും സന്തോഷമുള്ള സമയമാണ്. അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ പാർട്ടികളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്വീറ്റ്സ് നമ്മൾ കഴിക്കാനുള്ള സാധ്യത 100% അല്ലെങ്കിൽ 150% കൂടുതലാണ്. അപ്പം ഇതാണ് നമ്മൾക്ക് നമ്മളെ കുറിച്ച് തന്നെയുള്ള ആപ്തവാക്യം. പഞ്ചസാരയുള്ള സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ പൊരിച്ചത് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, അതിൻ്റെ അടുത്ത് ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ വീക്കാണ്. അത് പരിപാടി വന്നു കഴിഞ്ഞാൽ, അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ കഴിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹിഡൻ സ്റ്റേറ്റ്മെന്റ് നമ്മളെ തലയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആ ബിഹേവിയർ പുറത്തേക്ക് എടുക്കും. നേരെ മറിച്ച് ഷുഗർ നമ്മളെ ഡിസ്ട്രോയ് ചെയ്യും. ഷുഗർ കൗണ്ടറിൽ കൊണ്ടുപോയി വെക്കുക എന്നുള്ളത് പാർട്ടി നടത്തുന്നവർ അവരുടെ ഇന്നത്തെ കാലത്തെ അവരുടെ ഏറ്റവും ബേസിക് സ്റ്റാൻഡേർഡാണ്. 1 or 2 ഡെസേർട്ട് വെക്കുക എന്നുള്ളത്. അത് അവരുടെ ആതിഥേയ മര്യാദ. പക്ഷെ അത് കഴിച്ചിട്ട് നമ്മളെ ശരീരം കേടുവരുത്താണ്ടിരിക്കുക എന്നുള്ളത് നമുക്ക് നമ്മളോടും നമ്മളുടെ ഫാമിലിനോടുള്ള ഡ്യൂട്ടിയാണ്. അപ്പം നമ്മളുടെ ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ വെൻ ഇറ്റ് കംസ് ടു എ ഡയറ്റ് കൺട്രോൾ എന്തായിരിക്കും? ഇന്ന സ്ഥലത്ത് ഞാൻ ഒരു പാർട്ടിക്ക് പോയി കഴിഞ്ഞാൽ ഷുഗർ കൗണ്ടറിൻ്റെ അടുത്തേക്ക് ഞാൻ പോവില്ല. നമ്മുടെ പിള്ളേർ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി പോകേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ, ഞാനൊരു പാർട്ടിക്ക് പോയി കഴിഞ്ഞാൽ ഷുഗർ കൗണ്ടറിൻ്റെ അടുത്തേക്ക് ഞാൻ പോയി കഴിഞ്ഞാലും ഞാൻ ഷുഗർ കൗണ്ടറിൻ്റെ അടുത്ത്, ആ ഡെസേർട്ട് കൗണ്ടറിൻ്റെ അടുത്ത് നിന്ന് അത് എടുത്തിട്ട് കുട്ടിക്ക് കൊടുത്തിട്ട് ഞാൻ അതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്ത് വായിൽ വെക്കാൻ പോലും നിൽക്കൂല. കാരണം എൻ്റെ ഡയബറ്റിക് ലെവല് കൂടാനോ കുറയാനോ പാടില്ല. എനിക്ക് ആ ഡെസേർട്ടിൻ്റെ ആവശ്യം ഇല്ല. ഞാൻ എൻ്റെ നല്ല പ്രായത്തിൽ അത്യാവശ്യം പഞ്ചസാര കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മളെ തന്നെ കറക്റ്റായിട്ടൊരു ഇഫ് ദെൻ പ്ലാനിൽ കൂടി കടത്തി കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ, ഒരു ഡയറ്റ് പ്ലാൻ എക്സസൈസ് ചെയ്യുമ്പം നമ്മൾ ഫെയിൽ ആവില്ല. ഇതേ ഡയറ്റ് പോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഈ ഡയറ്റിൽ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് എ സൈക്കോളജിസ്റ്റ് നമ്മൾ ഇരുന്ന് ആൾക്കാരെ കൗൺസിലിങ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വല്ലാണ്ട് വിശക്കും. അപ്പം കൗൺസിലിങ് ചെയ്ത് വിശന്ന് കഴിഞ്ഞാൽ നേരെ താഴെ പോവുക, ചായപ്പീടി എന്ന് പഴംപൊരിയും ചായയും കുടിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹാബിറ്റ് ഞാൻ പോലും അറിയാണ്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് ഈ വിശപ്പുകൊണ്ട് വരുന്നതാണ്. മനുഷ്യർ അവരുടെ വിഷമങ്ങൾ ട്രോമകളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത, നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ ഒരാളുടെ മുമ്പിൽ ഇരുന്നിട്ട് കേട്ടിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ കരച്ചിൽ വന്നാലും കരയാണ്ട്, ട്രോമ ഫീൽ ചെയ്താലും പേടി തോന്നാണ്ട് അങ്ങനെ ഇരുന്നിട്ട് നമ്മൾ ഇത്ര ഇമോഷൻസും ബ്രെയിനും പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ വിശക്കും. അപ്പോൾ ആ ഒരു പോക്കും കടി കഴിക്കലും എനിക്ക് ചെറിയ രീതിയിലുള്ള ഡയറ്റ് ഇഷ്യൂസ് ഉണ്ടായി വന്നപ്പോൾ ഞാൻ അതിനെ റിവേഴ്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടി. അപ്പോൾ അതിൽ എനിക്ക് റിവേഴ്സ് ചെയ്യേണ്ടി വരുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് ആലോചിക്കണം. ഞാൻ ക്ലിനിക്കിലേക്ക് പോകുന്നു, ക്ലിനിക്കിലിരുന്ന് ഞാൻ ആളുമായിട്ട് സംസാരിക്കണം, ആളെ കംപ്ലീറ്റ്ലി മനസ്സിലാക്കണു. അത് കഴിയുമ്പോൾ എനിക്ക് വിശക്കും. ഓക്കെ, ഡ്രിങ്ക് അബണ്ടൻസ് ഓഫ് വാട്ടർ.
അയാളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നന്നായി വെള്ളം കുടിക്കുക, അയാൾ സംസാരം കഴിഞ്ഞു കഴിഞ്ഞാലും നന്നായി വെള്ളം കുടിക്കുക. വാട്ടറിന് നിങ്ങളെ വിശപ്പിനെ കുറച്ചും കൂടി നീക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു പഴം കയ്യിൽ കരുതുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽത്തി സ്നാക്ക് കയ്യിൽ കരുതുക എന്നത് ഞാൻ രാവിലെ എണീറ്റ് ജോലിക്ക് പോകുന്നതിൻ്റെ മുൻപേ എന്നെ സെറ്റാക്കിയാലേ എനിക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് ഈ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ വഴി എനിക്ക് മനസ്സിലാവാൻ പറ്റിയ കാര്യമാണ്. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഹെൽത്ത് പറയുമ്പം എക്സസൈസും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. എക്സസൈസ് ഹെക്ടിക് ഷെഡ്യൂൾസ് കൊണ്ട് നടക്കണേ. ഇപ്പം നിങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തവരെല്ലാവരും തന്നെ അത്യാവശ്യം ഹെക്ടിക് ഷെഡ്യൂൾസ് കൊണ്ട് നടക്കണവരായിരിക്കും. കാരണം രാവിലെ 6:30 എണീച്ചിട്ട് ഒരു ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ബാക്കി സമയത്തൊക്കെ ഓരോരോ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും കൊണ്ട് നടക്കണവരായിരിക്കും. അങ്ങനെ ഹെക്ടിക് ഷെഡ്യൂൾസ് കൊണ്ട് നടക്കുന്ന ആൾക്കാരിൽ എക്സസൈസ് ഞാൻ എവിടെ കൊണ്ടുപോയി തിരുകും, ഇതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ജിമ്മിൽ സ്ഥിരമായിട്ട് പോണവർക്ക് കുഴപ്പമുണ്ടാവില്ല. എന്നാലും ജിമ്മിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കാറിലോ വണ്ടിയിലോ നടന്നിട്ടോ പോവുക എന്ന് പറഞ്ഞൊരു പ്രോസസ്സിലെ ആ സ്റ്റാർട്ടിങ്ങിലായിരിക്കും നമ്മളുടെ ഇൻഹിബിഷൻസോ ബുദ്ധിമുട്ടുകളോ വരിക. അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള എക്സസൈസും ട്രെയിനിങ്ങും കൊടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുടെ സെൽഫ് അനാലിസിസിലായിരിക്കും മനസ്സിലാവും ഏത് കറക്റ്റ് മൊമെൻറ്റിലാണ് എൻ്റെ ഡീമോട്ടിവേഷനും എൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് അല്ലാത്തത്, എനിക്ക് എക്സസൈസ് ചെയ്യാനുള്ള ടൈമൊന്നും ഇല്ലാത്ത ആളാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മളെ തലയിലുണ്ടോ. അതല്ല ഞാൻ ഇത്ര തിരക്ക് പിടിച്ച ഷെഡ്യൂളിൽ ഞാൻ എങ്ങനെ എക്സസൈസ് ചെയ്യാൻ സമയം കണ്ടെത്തും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളെ തന്നെ ട്രബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 3 മിനിറ്റ് ഗ്യാപ്പ് എക്സസൈസിന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയെങ്കിൽ ആ 3 മിനിറ്റിൻ്റെ 5 മിനിറ്റിൻ്റെ ഒരു ഗ്യാപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റണ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള എക്സസൈസുകൾ കണ്ടുപിടിക്കുകയും ഇന്നത്തെ ദിവസത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും. അടുക്കളപ്പണീൻ്റെ ഇടയിൽ ദോശയൊക്കെ ചുടുന്നതിൻ്റെ ഇടയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ എക്സസൈസുകളുണ്ട്. ഞാൻ സ്ത്രീ ആയതുകൊണ്ട് അടുക്കളപ്പണീൻ്റെ കാര്യം പറഞ്ഞു. നേരെ മറിച്ച് ഓഫീസ് ഡ്യൂട്ടി ഉള്ളവർക്കാണെന്നുണ്ടെങ്കിലും ഓഫീസിൽ ഒന്ന് നമ്മൾ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി എണീക്കുമ്പോൾ എടുക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ എക്സസൈസസ് ഉണ്ട്. 5 മിനിറ്റിൻ്റെ എക്സസൈസ് ഉണ്ട്. 5 മിനിറ്റ്സ് ഓഫ് എക്സസൈസ് ഡെയിലി ഇസ് ഗോയിങ് ടു ഹെൽപ്പ് യു ഇംപ്രൂവ് യുവർ മെൻ്റൽ ഹെൽത്ത്, നിങ്ങളെ ഹാർട്ടിൻ്റെ വെൽബീയിങ്, നിങ്ങളുടെ ലങ്സ്, ബ്രീതിങ്, റെസ്പിറേറ്ററി, ഗ്യാസ്ട്രോ ഇഷ്യൂസ്. 5 മിനിറ്റ്സ് ഓഫ് എക്സസൈസിന് ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും. അത് 5 മിനിറ്റ്സ് ചെയ്താൽ എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ലീപ്പ് വരെ ഓക്കെ ആവാനുള്ള സാധ്യത 5 മിനിറ്റ്സ് ഓഫ് എക്സസൈസിനുണ്ട്. അപ്പം ആ ഒരു സാധനം നമ്മളുടെ ഡെയിലി ആക്ഷൻ പ്ലാനിലേക്ക് 3-4 ദിവസം അല്ലെങ്കിൽ 1-2 ദിവസം നമുക്ക് കൊണ്ടുവന്ന് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ ബാക്കി ദിവസങ്ങളിൽ ഇത് മാജിക്കൽ ചേഞ്ച് ആണ്. അതാണ് ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ്റെ ഒരു പ്രത്യേകത. ഒരു മാറ്റത്തിലേക്ക് നമ്മളെ സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാറ്റം നമ്മളുടെ സ്റ്റേബിൾ ബിഹേവിയറിലേക്ക് വരികയാണ്. പിന്നീട് നെക്സ്റ്റ് മാറ്റത്തിനെ കുറിച്ച് നമുക്ക് ബോധേഡാവേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. എക്സസൈസിൽ 5 മിനിറ്റ്സ് നമുക്ക് നമ്മളുടെ ഡെയിലി റൂട്ടീൻക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഗിൽറ്റ് അടിച്ചിട്ട് ഞാൻ ഇന്ന് ചെയ്തില്ലല്ലോ എന്നുള്ളതല്ല ഒരു ദിവസം മിസ്സായാൽ ആലോചിക്കുക. നെക്സ്റ്റ് ദിവസവും നിങ്ങളെ ഇൻഹിബിഷൻസ് ഒന്നും ഫീൽ ചെയ്യാണ്ട് നിങ്ങൾക്ക് ഇത് ഡെലിബറേറ്റ്ലി ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള എഫേർട്ട്, എണീറ്റ് പോവുക എന്ന് പറഞ്ഞിട്ടുള്ള എഫേർട്ടിനെ നിങ്ങൾക്ക് എടുക്കാണ്ട് തന്നെ സ്കിപ്പ് ചെയ്തതിൻ്റെ പിറ്റത്തെ ദിവസവും എക്സസൈസ് ചെയ്യാൻ പറ്റും. അതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ അല്ല ഗോൾ ഇൻറ്റൻഷൻ മാത്രം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണ ബിഹേവിയറിൽ നമുക്ക് ആ ഒരു ഗോൾ ഇൻറ്റൻഷൻ ഡെലിബറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ എനർജി ഇതിൽ പോകും. അതായത് ചെയ്യണമല്ലോ, എണീക്കണമല്ലോ, ഞാൻ പോകണമല്ലോ. അപ്പം സെറ്റ് ഓഫ് പ്ലാൻസ് നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളുടെ ന്യൂറൽ നെറ്റ്വർക്കിങ്ങിൽ നമ്മളുടെ മെമ്മറി, നമ്മളുടെ അമിഗ്ദല, ഇമോഷൻസ്, നമ്മളുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്, നമ്മളുടെ ആക്ഷൻ പ്ലാനിൽ ഈ സംഭവങ്ങളിലൊക്കെ ഒരു പുതിയ ന്യൂറൽ നെറ്റ്വർക്ക് ഫോം ചെയ്യുകയാണ്. അപ്പോൾ ആ ന്യൂറൽ പാത്വേ അവിടെ കറക്റ്റ്ലി ഇൻടാക്റ്റ് ആയിക്കഴിഞ്ഞാൽ ആ ബിഹേവിയർ ചേഞ്ച് നിങ്ങൾക്ക് സ്റ്റേബിളായി. ഇനി നെക്സ്റ്റ് ലെവൽ ഹയർ ലെവൽ ബിഹേവിയറിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്ത് സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ട് അതിനെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ സ്റ്റക്കായിട്ട് പഴയ ലെവലിൽ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞൊരു സംഭവം സ്റ്റോപ്പ് ആവുകയും അടിക്കടി ഇമ്പ്രൂവ് ചെയ്യാനുള്ള നെക്സ്റ്റ് ബിഹേവിയറിലേക്ക് നമുക്ക് പോകാനും പറ്റും. അപ്പം
അത് റിലേഷൻഷിപ്സിൽ പറ്റും, നമ്മളുടെ ഇമോഷണൽ കൺട്രോളിൽ പറ്റും, നമ്മളുടെ ഡയറ്റിൽ, നമ്മളുടെ എക്സസൈസിൽ, നമ്മളുടെ ഫിനാൻഷ്യസിൽ, നമ്മളുടെ കരിയർ ഗ്രോത്തിൽ പറ്റും. കരിയർ ഗ്രോത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് സ്റ്റക്കായി കരിയറിൽ നിൽക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? നമ്മളുടെ സോഷ്യൽ കണക്ഷൻസ് ഓക്കെ അല്ലാത്തതുകൊണ്ടാണോ? നമുക്ക് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻസ്, നമുക്ക് എന്ത് ചെയ്യണം നെക്സ്റ്റ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ ഇല്ലാത്തത് കൊണ്ടാണോ? നമ്മൾക്ക് തന്നെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളോ ഫിനാൻഷ്യൽ പ്ലാൻസോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണോ? നമ്മൾ മറ്റു കൊളീഗ്സിനൊക്കെ കൊണ്ട് ഡീമോട്ടിവേറ്റഡ് ആയിട്ട് ബാക്കി സൈഡ് ലൈൻഡ് ആയി പോവുകയാണോ? എന്തുകൊണ്ട് നെക്സ്റ്റ് ലെവൽ കരിയറിലേക്ക് എത്തുന്നില്ല? അപ്പോൾ നമ്മളുടെ ഉള്ളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണ ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിനെ മനസ്സിലാക്കുകയും അടുത്ത ദിവസം മുതൽ ആ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് അല്ല എൻ്റെ ബിഹേവിയർ ഇൻസൈഡ് ദി ക്യൂബിക്കിൾ, ഓഫീസ് ക്യൂബിക്കിളിലുള്ള എൻ്റെ ബിഹേവിയറിനെ എനിക്ക് ചേഞ്ച് ചെയ്ത് അടുത്ത ദിവസം പുതിയൊരു ബിഹേവിയർ ഇനീഷ്യേറ്റ് ചെയ്ത് പുതിയൊരു ടാസ്ക് ഇനീഷ്യേറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിങ് നമുക്ക് തലയിൽ ഇരുന്ന് ആലോചിച്ച് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷനോട് കണക്ട് ചെയ്തിട്ട് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു സെഷനിലേക്ക് എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ ബ്രദർ, എൻ്റെ അമ്മോനാണ് എനിക്ക് ഇതിലേക്ക് റെഫറൻസ് തന്നത്. അപ്പം എനിക്ക് എന്തായാലും അതിന് ഒരുപാട് താങ്ക്സ്. പിന്നെ ഇത്രയും ഇത്രയും കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഒരു ഐഡിയ പങ്കുവെക്കാൻ പറ്റിയതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ഇത്രയും കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഐഡിയനെ മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യും എന്നുള്ളൊരു വലിയ ഗുണം ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം നമ്മളൊരു ഐഡിയ ഒരാൾക്ക് മാത്രമല്ല കൺവേ ചെയ്യണത്, നിങ്ങളുടെ ചുറ്റിലുള്ള മനുഷ്യർക്കും കൂടി കൺവേ ചെയ്യുന്നതിൻ്റെ സന്തോഷമുണ്ട്. അപ്പോൾ ഇതിൽ ലാസ്റ്റായിട്ട് ഞാൻ ഒരു കാര്യം പറയാം.